ഡാനി, നമ്മൾ നേരത്തെ നമ്മുടെ ജനപ്രതിനിധികളെടുത്ത ഒരു നിലപാട് ഒരു വിവാദത്തിനില്ല, ചില പരാതികളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു വിവാദത്തിനില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് കാര്യമായി ഉന്നയിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്ക് അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണവും ഉണ്ടാകും. അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം എന്തായാലും ഇപ്പോൾ അതൊരു വിവാദമായി ഉന്നയിക്കേണ്ടതില്ല എന്ന് സംസ്ഥാനവും തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. ഡാനി, തീർച്ചയായും തൽക്കാലം ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഈ ഒരു അവസരത്തിൽ ഇത് കാരണം ഇത് വിവാദമാക്കേണ്ട ഒരു സമയമല്ല എന്ന വിവേചനപരമായ ഒരു തിരിച്ചറിവിലേക്ക് എല്ലാവരും തന്നെ എത്തുന്നുണ്ട്. പക്ഷെ അത് താൽക്കാലികം തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല. കാരണം അത് ഇത് കഴിയുമ്പോൾ കൂടുതൽ ശക്തി ആർജിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ഇന്ന് ഇതിനോട് പ്രതികരിച്ച ആരും തന്നെയും മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ആരും തന്നെ ഈ സംസ്ഥാനത്ത് അതൊരു ഇതിൽ തങ്ങൾക്ക് പരാതി ഇല്ല എന്ന രീതിയിലല്ല സംസാരിച്ചിരിക്കുന്നത്. ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അതായതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത് എന്ന് കൃത്യമായിട്ട് തന്നെ പറയുകയും ചെയ്തു. മന്ത്രി അവിടേക്ക് എത്തിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി സൗകര്യമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പോലും അത് ഉയർത്തി പറയുകയുണ്ടായി. അദ്ദേഹവും പറഞ്ഞു ഇപ്പോഴല്ല ഇത് പറയേണ്ടത്, എങ്കിൽ കൂടിയും ഇത് പറയേണ്ടതാണ്. ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന മന്ത്രി അവിടെയുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് നിന്നുകൂടി 23 പേരെ നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിന്റെ ഒരു പ്രതിനിധി, സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ കൂടുതൽ ഏകോപനത്തിന് തീർച്ചയായും തന്നെ എന്താണ് അവിടെ വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് അവിടെ ഒരു സാധ്യത ഉണ്ടാകുന്നു. ഒപ്പം മന്ത്രി വീണ ജോർജ് സംബന്ധിച്ച് പറഞ്ഞത് താൻ പോകാൻ തയ്യാറായിരുന്നത് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി അത് എങ്ങനെയെന്ന് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് പോകാനുള്ളത്. കാരണം ഇവിടെ നിന്നുള്ള കേരളീയരാണ് അവർ. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്, അത് അന്വേഷിക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് പോകണം എന്ന തീരുമാനത്തിലേക്ക് വരികയും പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. അത് ഇവരുടെ ഒരു ആരോഗ്യസ്ഥിതി ഏത് രീതിയിലുണ്ടെന്ന് വിലയിരുത്തുകയും അവിടെ തന്നെ ചികിത്സ തുടരേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒരു സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, ചികിത്സയ്ക്ക് ഏത് രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചനകൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകാനിരുന്നത് എന്നവർ വിശദമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയും സജിത്ത്, തീർച്ചയായും ഈ വിഷയം പിന്നീട് ഉയർന്നു വന്നേക്കാം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാഹചര്യം ഇതായതുകൊണ്ട് ഇപ്പോൾ ഈ രീതിയിൽ മൃദുവായത് പറഞ്ഞുപോയി എന്ന് മാത്രമാണ്. ഇതിൽ നേരത്തെ സംസാരിച്ച കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനായാലും വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയായാലും പറഞ്ഞത് ഇതിൽ ഇപ്പോൾ വിവാദമാക്കേണ്ടതില്ല, കേന്ദ്ര സർക്കാർ ആവശ്യത്തിനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് എടുക്കപ്പെട്ട ഒരു മന്ത്രി സംസ്ഥാനത്ത് നിന്ന് പോകേണ്ടതില്ല എന്ന രീതിയിലാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. കാരണം അവിടെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് കേന്ദ്ര സർക്കാർ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയൊരു അന്വേഷണത്തിന് സംസ്ഥാനത്ത് നിന്ന് ഒരു മന്ത്രി പോകേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. സ്വാഭാവികമായും ഇത്തരം പ്രതികരണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഈ ദിവസത്തിന്റെ ഒരു ഭാരം ഇറങ്ങുമ്പോൾ ഈ പ്രതികരണത്തിന് രാഷ്ട്രീയ ചൊവ്വയിലേക്ക് തീർച്ചയായും തന്നെ മാറും. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി കേരളം തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പലപ്പോഴും ഇതുപോലുള്ള ഒരു വിഷയങ്ങളിൽ നമ്മൾ കണ്ടതാണ്, പ്രകടമായിട്ടുണ്ട്. പലപ്പോഴും ഈ യാത്രാനുമതിയുടെ കാര്യങ്ങളിലെല്ലാം പലപ്പോഴും വിവാദങ്ങളിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ കേരളത്തോട് ഇങ്ങനെ പെരുമാറണമായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരും. സ്വാഭാവികമായ ഒരു യാത്രാനുമതി നൽകിക്കൂടെ എന്നൊരു ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ കനം വർദ്ധിക്കുക തന്നെ ചെയ്യും എന്നാണ് തോന്നുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ വേഗത്തിലുള്ള ഇടപെടലുകളും നടപടികളുമാണ് ഉണ്ടാവുന്നത്.